പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ തിരുപ്പിറവിക്ക് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ഈ ക്രിസ്മസിനോട് ഏറ്റവും തൊട്ടടുത്ത ദിനങ്ങളിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവെ വലിയ സ്നേഹത്താൽ നിറയ്ക്കണമേ. അങ്ങയെ കാണാൻ, അങ്ങയുടെ സ്നേഹം അനുഭവിക്കാൻ, അങ്ങ് നൽകുന്ന ജീവൻ സ്വന്തമാക്കാൻ, അങ്ങയുടെ രക്ഷ ഞങ്ങളുടെ ജീവിതത്തിൽ ഫലമണിയാൻ ഇതാ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അതിനായി ഞങ്ങളുടെ ആത്മാവും ശരീരവും ഹൃദയവും മനസ്സും എല്ലാം കർത്താവെ കഴുകി വിശുദ്ധീകരിച്ച്, കർത്താവെ അങ്ങയുടെ ആ വചനം ഞങ്ങളിൽ മാംസം ധരിക്കാൻ ഇതാ ഞങ്ങളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. വിശുദ്ധീകരിക്കണമേ, കൃപ നിറയ്ക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഡിസംബർ മാസത്തിന്റെ 23-ാം തീയതിയിലേക്ക് നമ്മൾ കടക്കുകയാണല്ലോ. ഏറ്റവും അടുത്തു വരുന്ന ദിനങ്ങളാണ് ഈ ദിനങ്ങൾ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം, അതിൻ്റെ 1-ാം അധ്യായം 38-ാം തിരുവചനമാണ് നമ്മുടെ ചിന്തയ്ക്കായിട്ട് നമ്മൾ എടുക്കുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 38-ാം തിരുവചനം. അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്: പരിശുദ്ധ അമ്മയുടെ പക്കൽ ഗബ്രിയേൽ ദൂതൻ വന്ന് ആ ദൈവത്തിന്റെ പുത്രനെ ജനിക്കാനുള്ള സദ്വാർത്ത നൽകുമ്പോൾ അമ്മ നൽകുന്ന ആ ഉത്തരമാണ്, അതിനുള്ള ദൈവഹിതത്തിന് മറുപടിയാണ് ഫിയാത്ത്. അതായത്, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ഈശോയിലെ സ്നേഹമുള്ളവരെ, ഒരു പ്രത്യാശയുടെ തീർത്ഥാടനം നടത്തുന്ന നമ്മൾ ഈ ജൂബിലി വർഷ സമാപനത്തിൽ ഈ പരിശുദ്ധ അമ്മയുടെ ഈ ഒരു ഫിയാത്ത് അല്ലെങ്കിൽ യെസ്, ഞാൻ തയ്യാറാണ് എന്ന ആ ഒരു വാക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ചത് രക്ഷയുടെ വാതിൽ തുറക്കുകയാണ്. നമ്മുടെ ദേവാലയത്തിൽ നമ്മൾ കടക്കാർ ജൂബിലി വർഷത്തിൽ റോമിലെ സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിൽ വാതിൽ തുറന്നുകൊണ്ടാണ് മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ജൂബിലി വർഷം ആരംഭിച്ചത്. ഈ ജനുവരി മാസത്തിന്റെ ആരംഭത്തിൽ വീണ്ടും ആ വാതിൽ അടയ്ക്കും. പ്രത്യാശയുടെ ആ വാതിൽ, ജൂബിലിയുടെ വാതിൽ അടയ്ക്കും. നമ്മൾക്ക് പ്രത്യേക ദൈവത്തിന്റെ പക്കലേക്ക് കുറച്ചുകൂടി അടുക്കാനായിട്ടുള്ള ഒരു സമയമാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു ക്രിസ്മസ്, പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ നമുക്കായിട്ട് ഈ രക്ഷയുടെ വാതിൽ തുറന്നു തരികയാണ് ചെയ്തത്. ഒരു സമർപ്പണത്തിലൂടെ, വിട്ടുകൊടുക്കലിലൂടെ, ഒരു എടുത്തുചാട്ടം തന്നെയാണ് പരിശുദ്ധ അമ്മ ചെയ്തത്. വേറെ ഒന്നും ആലോചിച്ചില്ല. പരിശുദ്ധ അമ്മയുടെ ആ ജീവിതം തന്നെ ഒരു പിൽഗ്രിമേജ് ഓഫ് ഹോപ്പ് ആയിരുന്നു. പ്രത്യാശയുടെ തീർത്ഥാടനം, അറിയാത്ത വഴിയിലേക്ക് നടക്കുക. അവിടെ ഉറപ്പുകളൊന്നും തന്നെ, മനുഷ്യൻ കൊടുക്കുന്ന ഉറപ്പുകളൊന്നും അവിടെ ഇല്ല. പക്ഷേ ദൈവത്തിന്റെ വചനത്തിലുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു സമർപ്പണം. ക്രിസ്മസ് യഥാർത്ഥത്തിൽ നമ്മളെ വാതിൽ തുറക്കുന്നത് ഒരു യെസ് എന്ന വാക്ക് കൊണ്ടാണ് നമ്മൾ ഓർക്കുക. നമ്മളൊരു പരിശുദ്ധ അമ്മ പറഞ്ഞ്, എന്നിൽ സംഭവിക്കട്ടെ, ദൈവത്തിന്റെ വാക്ക് എന്നിൽ സംഭവിക്കട്ടെ. വിശുദ്ധീകരണം ചോദിച്ചിട്ടല്ല പരിശുദ്ധ അമ്മ യെസ് പറഞ്ഞത്, അല്ലെങ്കിൽ ഉറപ്പ് വാങ്ങിയിട്ടൊന്നുമല്ല യെസ് കൊടുത്തത്. സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ ഒരു യെസ്, പൂർണ്ണ സമർപ്പണം. ഇതാ ദൈവം എനിക്ക് ഇഷ്ടമുള്ളതുപോലെ എന്നെ ഉപയോഗിച്ചോളൂ. ആ ഒരു യെസ് സ്വർഗം ഭൂമിയെ തൊട്ട സമയമാണ്. വചനം ശരീരമായിട്ട് മാംസമായിട്ട് മാറിയ സമയമാണ്. രക്ഷാ ചരിത്രം അത് ആരംഭിച്ചു, അത് സമാപ്തിയിലേക്ക് എത്തുകയാണ്. ദൈവത്തിന്റെ ശക്തിയാൽ, ലോകം ദൈവം രക്ഷിച്ച ശക്തിയാലല്ല, മറിച്ച് ആ രണ്ടാമത്തെ ഹൗവയായ പരിശുദ്ധ അമ്മയുടെ ആ ഒരു സമർപ്പണത്തിലൂടെ അല്ലെങ്കിൽ വിശ്വാസത്തിലൂടെയാണ് പുത്രനായ ഈശോയ്ക്ക് ലോകത്തേക്ക് കടന്നു വരാനായിട്ട് ഇടയായത്. പ്രിയമുള്ളൊരു, ദൈവം നമ്മുടെ ആ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നുണ്ട്. ഇന്നും നമ്മളൊക്കെ ഈശോയെ ലോകത്തിന് പകർന്നു കൊടുക്കണമെങ്കിൽ നമ്മുടെ ദൈവം ചോദിക്കുന്ന ചോദ്യമുണ്ട്: തയ്യാറാണോ? നീ ആയിരിക്കുന്ന ജീവിതത്തിന്റെ മേഖലകളിലൊക്കെ, നമ്മൾ കടന്നു പോകുന്ന വഴികളിലൊക്കെ ഈശോയെ കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പലപ്പോഴും നമ്മൾ വിമുഖതയോടുകൂടെ, സംശയത്തോടുകൂടെ നമ്മൾ മടിച്ചു നിൽക്കുന്ന സാഹചര്യങ്ങളുണ്ട്. നിങ്ങളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ, ഞാനായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഒത്തിരി പ്രതിസന്ധികളാണ് ഈശോയെ പകർന്നു കൊടുക്കാൻ. കർത്താവിന് വചനം മാംസമായിട്ട് മാറണമെങ്കിൽ ഈ അമ്മ ചെയ്തതുപോലെ ബോൾഡായിട്ടുള്ള ധീരതയോടുകൂടെ ദൈവത്തിന്റെ വചനത്തിന് നമ്മൾ ഉത്തരം കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. അതിനായിട്ട് നമ്മുടെ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. പരിശുദ്ധ അമ്മയുടെ ആ ഒരു യെസ്, അത് അവസാനിച്ചത് എവിടെയാണ്? അവർക്ക് നസ്രത്ത്, അവിടെ നിന്നും അതുപോലെ തന്നെ ബെത്ലഹേം, അവിടെ നിന്ന് കാൽവരി വരെ എത്തുവോളം ഓരോ യാത്രയും പ്രത്യാശയോടെ പരിശുദ്ധ അമ്മ നടത്തിയ ഒരു തീർത്ഥാടനമാണ്. അവിടെ പ്രത്യാശ എന്ന് പറയുമ്പോൾ എല്ലാം മനസ്സിലാക്കിയിട്ടൊന്നുമല്ല,
ദൈവം കൂടെയുണ്ട് എന്നുള്ള വിശ്വാസം. നമ്മുടെ ജീവിത വഴികളിൽ എത്രയോ അനുഭവങ്ങൾ നമുക്കുണ്ട്. രോഗാവസ്ഥകളിൽ, തകർച്ചകളിൽ, അതുപോലെ ഭൗതിക ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ സാമ്പത്തിക മേഖലകളിൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോഴൊക്കെ, അതിനൊക്കപ്പുറത്ത് ആത്മീയ മേഖലയിൽ ദൈവം നമുക്ക് നഷ്ടമായേക്കാവുന്ന അവസരങ്ങളിൽ പോലും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട് കർത്താവ് നമ്മളെ വീണ്ടെടുത്ത് നമ്മളെ രക്ഷയുടെ ആ വഴിയിലേക്ക് നയിച്ച് നമ്മളെ വീണ്ടെടുത്ത അനുഭവങ്ങൾ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയെ പോലെ ആ യെസ് ബോൾഡോട് ധീരതയോടുകൂടെ പറയാൻ നമുക്ക്, നീ ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ യെസ് പറയാൻ നമുക്ക് തയ്യാറാകണം. ക്ഷമിക്കാനായിട്ടും പരിശ്രമിക്കും. ഒരു യെസ് പറയലാണ്. വിട്ടുവീഴ്ച കൊടുക്കാൻ തയ്യാറാകുമ്പോൾ യെസ് പറയലാണ്. അനീതിക്കെതിരെ സ്വരമുയർത്താൻ പരിശ്രമിക്കുമ്പോൾ യെസ് ആണ്. ദൈവത്തിന്റെ വിളിക്ക് മറുപടി നൽകാൻ പരിശ്രമിക്കുമ്പോഴൊക്കെ യെസ് ആണ്. യഥാർത്ഥത്തിൽ ഇതാണ് പ്രിയമുള്ളവരെ ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിൽ അത് കലണ്ടറിൽ കാണേണ്ട ഒരു ദിനമല്ല, മറിച്ച് യെസ് ഒരു ഹൃദയത്തിന്റെ ഒരു ഉറപ്പാണ്, ഒരു തയ്യാറാകലാണ്. ദൈവത്തിന് വേണ്ടി തുറന്നു കൊടുക്കാൻ, അതിനു വേണ്ടിയിട്ട് വരുന്ന സഹനങ്ങൾ ഏറ്റെടുക്കാൻ, അതിലൂടെ രക്ഷ സ്വന്തമാക്കാൻ. യഥാർത്ഥത്തിൽ ക്രിസ്മസ് ഈശോ ലോകത്തിലേക്ക് കടന്നു വന്ന് നമുക്ക് രക്ഷ പകർന്നു തന്ന ആ ഒരു അനുഭവമാണ്. അമ്മ, പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുകയാണ് ഭയത്തിന്റെ നടുവിലും വിശ്വസിക്കാനും അനിശ്ചിതത്വത്തിന്റെ നടുവിലും മുന്നോട്ട് പോകാനും ദൈവത്തിന് ഇടം കൊടുക്കാനും ഒക്കെ ഈ ജൂബിലി വർഷ സമാപനത്തിൽ നമുക്കും പ്രത്യാശയുടെ തീർത്ഥാടകരായി ദൈവത്തിന് നമ്മളെ കടന്നു വരാനായിട്ട് ഹൃദയ കവാടങ്ങൾ തുറന്നു വയ്ക്കാം. ധീരതയോടുകൂടെ നമുക്ക് ഉത്തരം കൊടുക്കാം. ദൈവമേ, ഞാൻ തയ്യാറാണ്. ഞാനായിരിക്കുന്ന ജീവിതത്തിന്റെ സാധാരണ ആ ചുറ്റുപാടുകളിൽ അസാധാരണമാവിധം ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് കർത്താവിന്റെ വാക്കുകൾക്ക് ഉത്തരം കൊടുക്കാനുള്ള വലിയ കൃപാവരം ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് ഈ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് അങ്ങ് രക്ഷ ഞങ്ങൾക്ക് നൽകിയല്ലോ. പരിശുദ്ധ അമ്മയെ ഓർക്കുന്ന ദിനം പ്രിയമുള്ളവരെ, ആ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 38-ാം തിരുവചനത്തിൽ അമ്മ പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കിനിൽ നിറവേറട്ടെ. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും ഈ ദൈവവചനത്തിന് കാതോർക്കാനും ദൈവത്തിൻ്റെ വാക്കുകൾക്ക് മറുപടി കൊടുക്കാനും അവിടത്തോട് ചേർന്ന് നിൽക്കാനും പരിശ്രമിക്കുമ്പോൾ അതെൻ്റെ ജീവിതത്തിൽ വലിയ ക്രിസ്മസ് അനുഭവമായിട്ട് മാറുകയാണെന്ന് കർത്താവെ ഞാൻ മനസ്സിലാക്കുന്നു. കർത്താവിനാൽ കൃപ എനിക്ക് നൽകണമേ. രക്ഷ ഞാൻ സ്വന്തമാക്കട്ടെ. കർത്താവെ പ്രകാശത്തിലേക്ക് അടുക്കട്ടെ, മറ്റുള്ളവരെയും രക്ഷയിലേക്ക് അടുപ്പിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.